നമ്മൾ ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ. 60 രൂപ, മുതിർന്നവർക്ക് കുട്ടികൾക്ക് 30 രൂപ. ടിക്കറ്റ് 60 രൂപ കേട്ടോ. ഇവിടെ പൂപ്പലി ചെന്ന് കയറുന്നിടത്ത് തന്നെ കേട്ടോ ഈ പൂപ്പലി എന്നുള്ള ബോർഡുള്ളത്. ഇവിടെ നിന്നൊക്കെയാണ് സെൽഫി എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പൂപ്പലി കേട്ടോ. ഞാൻ നിൽക്കുന്നത് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ 2005 പൂപ്പലി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ ഒരുപാട് ഭംഗിയുള്ള പൂക്കളും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡൻ, ഹാങ്ങിങ് ഗാർഡൻ, അങ്ങനെ ഒരുപാട് പൂക്കളൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഉണ്ടാക്കാം. ഓക്കെ, ജമന്തിയാണ് ഇത്. പല കളറിലുള്ള ജമന്തി ഉണ്ട്. നമ്മുടെ ചെന്ന് നമ്മൾ കടന്നു വരുന്ന ആ വഴിയിൽ തന്നെയാണ് ഇതുള്ളത് കേട്ടോ. ഈ സൈഡിലായിട്ട് ഇങ്ങനെ നല്ല നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ എൻട്രൻസ് തന്നെയാണ് ഹാർട്ട് ഷേപ്പിൽ ഒരു കവാടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയാ ഡാലിയ പൂത്തിരിക്കുന്നത്. നല്ല മനോഹരമായൊരു കാഴ്ചയാണ്. ഡാലിയ മാത്രമാണ് ഇവിടെ. നല്ല ജമന്തി കേട്ടോ. ജമന്തി പല കളറിലുള്ള ജമന്തി ഉണ്ട്. ഒരു കുതിരയുണ്ട് കേട്ടോ ഇവിടെ. ഡാലിയുടെ മനോഹരമായ തോട്ടാണ്. പല കളറിലും പല വലുപ്പത്തിലുള്ള ഒരുപാട് ഡാലിയുണ്ട് കേട്ടോ ഇവിടെ. ഡാലിയ ഒരുപാട് ഡാലിയ കേട്ടോ. പിന്നെ പല കളറിലും പല വലുപ്പത്തിലും നല്ല മനോഹര കാഴ്ചയാണ്. നമ്മളെ പൂപ്പലിയിലുള്ള ഒരു കാഴ്ച കേട്ടോ. ഒരു മയിലുണ്ട് കേട്ടോ, നല്ല മനോഹര, നല്ല വലുപ്പത്തിലുണ്ടെങ്കിൽ. ഈ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച കേട്ടോ, നല്ല മനോഹരമായിട്ടുണ്ട്. പൂക്കളൊക്കെ ഒരുപാട് ഭംഗിയിലൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പല രീതിയിലുള്ള ഡിസൈനുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട് കാണാനും. ഇതൊരു സെൽഫി പോയിൻ്റ് ആട്ടോ. ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഒരുപാട് ആൾക്കാരോട് വരുന്ന ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് അവിടെ. ഇതൊരു സെൽഫി പോയിൻ്റാണ് സ്ഥലം. നമ്മുടെ മയിലിൻ്റെ വാല് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ വരെ എത്തിയിട്ടുണ്ട് മയിലിൻ്റെ വാല്. ഇവിടെ ഒരു നാച്ചുറൽ കുളമുണ്ട് കേട്ടോ. ഇവിടെ കുളമുണ്ട്. നമ്മുടെ കഴിഞ്ഞ വർഷത്തിൽ തന്നെയാണ് എല്ലാം പ്രശ്നത്തിൻ്റെ ഒരു കൈപ്പത്തി ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. മനോഹരമായിട്ടുണ്ട് കേട്ടോ. ജെണ്ടുമല്ലിയൊക്കെ പൂത്ത് നല്ലൊരു വെറൈറ്റി ജെണ്ടുമല്ലിയാണ്. നമ്മൾ സാധാരണ കാണാത്തൊരു ടൈപ്പാണിത്. പൂക്കളുടെ നടുവിലായിട്ട് നമ്മളൊരു ആർട്ട് ഷേപ്പിൽ കണ്ടോ, ഇലച്ചെടികളാണതിൽ ഒക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട്. പല രൂപത്തിലൊക്കെയാണ് ചെടികളൊക്കെ വെട്ടി നിർത്തിയിട്ടുള്ളത്. നമ്മുടെ ഒരു ടാപ്പിൽ നിന്ന് വെള്ളം വരുന്ന മാതിരിയുണ്ട്. നല്ല മനോഹര ദൃശ്യം തന്നെയാണത്. ദൂരം നോക്കിയാൽ നല്ല വെള്ളം ഒഴുകി വരുന്ന മാതിരിയുണ്ട്. നല്ല കളർഫുള്ളാണ് കേട്ടോ. നല്ല കളറാണ് കാണാൻ. ഇതിൻ്റെ 2-3 ടൈപ്പ് ഉണ്ട് ഇവിടെ. വേറെയും കളറുണ്ട്. ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുമ്പോഴാണ് ആ ചെടിക്കൊരു ഭംഗി വരുന്നത്.
കുറേ സ്ഥലത്ത് ഇങ്ങനെ കാണണം. അപ്പോഴാണ് അതിൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ തോന്നുന്നത്. ഇത് മറ്റൊരു കുളമാണ്. ആർട്ടിഫിഷ്യൽ 2 കുളങ്ങളാണ് അപ്പുറത്തുള്ളത്. ഇതിലൊരു ഫൗണ്ടനൊക്കെ ഉണ്ട്. ഫൗണ്ടൻ സ്റ്റാർട്ടാക്കിയില്ല. ഫൗണ്ടൻ വൈകുന്നേരത്തേക്ക് സ്റ്റാർട്ടാക്കാം, ലൈറ്റൊക്കെ വരുമ്പോഴേക്ക് സ്റ്റാർട്ടാക്കാം. ഇതാണ് യെല്ലോ ജെണ്ടുമല്ലി. ഇത് വേറൊരു കളറാണത്. ഇതും ഇതുപോലെ തന്നെ കൂട്ടമായി നിൽക്കുമ്പോൾ നല്ല മനോഹരം കേട്ടോ. ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഭംഗി കിട്ടുന്നത്. മനോഹരമായ പൂക്കളത്. നല്ല പൂപ്പലി എന്നൊക്കെ നല്ല ചെടിയിൽ വെട്ടി നിർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലും ഇതിവിടെ കണ്ടിരുന്നു. എന്തായാലും നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഒരു കാളവണ്ടി ഉണ്ട്, പൂക്കളൊക്കെ നിറച്ചൊരു കാളവണ്ടി. അതുപോലെ തന്നെ ഒരു വയലിനുണ്ട്. ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്ന അവിടെ നിന്നിട്ടാണ്. ആ നിൽക്കുന്നൊരു കൂടാരാട്ടോ. ചെറിയ പച്ച, നല്ല പച്ചപ്പുല്ല് പുതച്ചമാരുണ്ട് ദൂരെ നോക്കുമ്പോൾ. അവിടെയൊക്കെ ഇരുന്ന് വിശ്രമിക്കാം. ഇവിടെ കപ്പയും കയറുള്ള കിണറുണ്ട്. ഇവിടെ ഒരുപാട് സൂര്യകാന്തി പൂക്കൾ വരുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ റീൽസ് എടുക്കുന്നുണ്ട്, അതേമാതിരി തന്നെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ വന്ന് കാണുമ്പോൾ. പൂക്കളുടെ ഈ ഭംഗി ആസ്വദിക്കാൻ വരുന്നവരും ധാരാളമാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് കളിക്കുന്ന ഒരു സ്ഥലമാണ്. അവർക്കായിട്ട് ഒരുപാട് കളിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമ്മുടെ ഒരു കൊച്ചു ട്രെയിൻ അവിടെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ആകർഷണമായിട്ടാണ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കുറേ കുട്ടികളതാ ഈ ഇതിലെല്ലാം കയറി കളിക്കുന്നുണ്ട്. കുറച്ച് ഫാമിലീസൊക്കെ ഒരേ എൻജോയ് ചെയ്യുന്നുണ്ട്. ഡാൻസെല്ലാം കളിച്ച് നല്ല അവരുടെ ഓരോ നിമിഷങ്ങൾ അവർ മനോഹരമാക്കുന്നുണ്ട്. ഇതൊരു പൂപ്പന്തലാട്ടോ. നമ്മളെ
എൻട്രൻസ് ആണ്, സ്റ്റെപ്പാണിത്. കുറേ ആൾക്കാർ, നല്ല തണലുള്ളതുകൊണ്ട് കുറേ ആൾക്കാർ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഒരു അനുഗ്രഹം തന്നെയാണിത്. നമ്മൾ പൂപ്പലിൻ്റെ ഒരുപാട് വിശേഷങ്ങളാണ് ഇന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ പക്ഷികൾ, അതുപോലെ മൃഗങ്ങൾ, ഒരുപാട് കാഴ്ചകളുണ്ട് കുട്ടികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഇവിടെ വരുന്നുണ്ട്, വന്നിട്ട് കുറച്ച് സമയം ഇവിടെ ചെലവഴിക്കുന്നുണ്ട്. അപ്പം ഇത് കുറച്ച് വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ വർഷവും ജനുവരിയിലാണ്. റോസാ പുഷ്പത്തിൻ്റെ ഒരുപാട് ശേഖരമുണ്ട് ഇവിടെ. ഒരുപാട് റോസാപ്പൂക്കളുടെ ഇതാണ്. എത്രയാ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത്. മനോഹരമായൊരു കാഴ്ചയാണ്. എല്ലാ വർഷവും പൂപ്പലിയൊരു ആകർഷണമായ ഒരു സ്ഥലമാണ് റോസ് ഗാർഡൻ. പലതരത്തിലുള്ള റോസാപുഷ്പങ്ങളാണ് വിരിഞ്ഞിട്ടുള്ളത്. നല്ല വലുപ്പത്തിലും നല്ല ഭംഗിയൊക്കെയുള്ള റോസാപുഷ്പങ്ങളാണ് നല്ല. നമ്മുടെ ഫൗണ്ടൻ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ഫോഴ്സോടെയാണ്, നല്ല മുകളിൽ പോയിട്ട് താഴോട്ട് കുറഞ്ഞു കുറഞ്ഞു വരും. മുകളിലേക്ക് പൊന്തുന്നുണ്ട്. ഇവിടെ സെൽഫി ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണ്. നമ്മുടെ കുളത്തിൽ ഒരുപാട് പൂക്കളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. രാത്രിയിലാണ് ഇതിൻ്റെ ഭംഗി ഏറ്റവും ഉണ്ടാവുക. നമുക്കത് വേറൊരു ദിവസം ഒരു രാത്രിയുടെ വരേണ്ടി വരും. ഇത് പകൽ വെളിച്ചത്തിലുള്ള മാത്രമാണത്. രാത്രിയിൽ നമ്മുടെ പൂപ്പൽ എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കണം. ഞാൻ പറഞ്ഞ സെൽഫി പോയിൻ്റാണത്. ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി ലവ് ചിഹ്നത്തിൻ്റെ ഉള്ളിലാട്ടോ. നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. എവിടെ നിന്ന് നോക്കിയാലും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ ആളുകൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കൊരു ഫോട്ടോ എടുക്കണം. ഫൗണ്ടൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് നടപ്പാതയാണത്. രാത്രിയിലൊക്കെ നല്ല മനോഹരമായിരിക്കും ലൈറ്റൊക്കെ ഇട്ടിട്ട്. നമ്മളെ ഫൗണ്ടൻ നല്ല ഭംഗി തന്നെ ഉണ്ട്. ഇവിടെ നല്ല കാഴ്ച, നല്ല മനോഹരമായൊരു കാഴ്ചയുണ്ടോ. ഇവിടെ തെയ്യത്തിൻ്റെ ചിത്രം കേട്ടോ. നല്ല മനോഹരമായ തെയ്യത്തിൻ്റെ ചിത്രമാണത്. പൂപ്പലി 2025 എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാളവണ്ടിയുണ്ട്. കാളവണ്ടിയിൽ മുഴുവൻ പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പം ഇവിടെ ഒരുപാട് കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കാം കേട്ടോ. ഇത് സ്കൂളിൽ നിന്ന് വന്ന കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. യൂണിഫോം കിട്ടിട്ടുള്ള കുട്ടികളാണ്. ടീച്ചേഴ്സും കൂടെ ഉണ്ട്. അവരെല്ലാം കണ്ട് മടങ്ങുകയാണ്. ഒക്കെ രാവിലെ വന്നിട്ടുണ്ടാവും.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ പൂപ്പലിയുടെ വിശേഷമൊക്കെ ഇവിടെ കഴിയാണ്. നല്ല മനോഹരമായ പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം എപ്പോഴും മരത്തിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ്.